ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. 48,000 രൂപയുടെ അധിക വാർഷിക വരുമാനം ലഭിച്ചാൽ ആ തുക എന്ത് ചെയ്യും? ഈ ചോദ്യം കേരളത്തിലെ KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളോടാണ്. ഇതൊരു സാങ്കല്പിക ചോദ്യമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നു മുതൽ KSRTCയുടെ എല്ലാ ഓർഡിനറി സർവീസുകളിലും സ്ത്രീകൾക്ക് യാത്ര പരിപൂർണമായും സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രാക്കൂലി ഇനത്തിൽ ഇതുവരെ കേരളത്തിലെ സ്ത്രീകൾ ചെലവഴിച്ചിരുന്ന പണം അവർക്ക് അധിക വരുമാനമായി മാറുകയാണ്. കാരണം ചെലവഴിക്കാത്ത പണം വരുമാനമാണല്ലോ. ഉദാഹരണത്തിന്, കൊയിലാണ്ടിയിൽ നിന്ന് വൈത്തിരി വരെ വന്ന് ജോലി ചെയ്ത് ദിവസേന മടങ്ങിപ്പോയിരുന്ന ഒരു ടീച്ചർക്ക് ഒരു മാസം യാത്രാക്കൂലി ഇനത്തിൽ മാത്രം ചെലവഴിക്കേണ്ടി വന്നിരുന്നത് 4,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 48,000 രൂപ. ഇനി മുതൽ ഈ തുക അവർ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ 48,000 രൂപ അവർക്ക് അധിക വരുമാനമായി മാറുകയാണ്. ഇനി ഇത് ഓരോ സ്ത്രീകളും അവർ യാത്ര ചെയ്യുന്ന ദൂരപരിധി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കൊയിലാണ്ടിക്കപ്പുറത്തേക്ക് വടകരയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ വന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഈ വരുമാനം വർദ്ധിക്കും. നേരെ മറിച്ച് കോഴിക്കോട് ജില്ലയിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഈ വരുമാനം കുറയുകയും ചെയ്യും. അപ്പോൾ ഈ അധിക വരുമാനം എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം. ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നത് ഈ പൈസ കയ്യിൽ വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ചിലവായി പോകും, ഉപ്പും തവിടുമായി മാറും എന്നാണ്. അതുകൊണ്ട് അവരത് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, 200 സ്ത്രീകൾ എൻ്റെ കയ്യിൽ നിന്ന് പുതിയ LIC പോളിസികൾ ഈ പണം ഉപയോഗിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നത് ഇത് അവരുടെ കടങ്ങൾ വീട്ടാനായിട്ട് അവർ ചെലവഴിക്കുമെന്നാണ്. കടങ്ങളുടെ മാസ അടവുകളിലേക്ക് ഈ പണവും കൂടി കൂട്ടിച്ചേർത്താൽ അവർക്ക് കൂടുതൽ പണം പ്രതിമാസം അടച്ച് അവരുടെ ലോണ് വളരെ പെട്ടെന്ന് വീട്ടിയെടുക്കാമെന്നാണ് അവർ പറയുന്നത്. ഒരു വിഭാഗം സ്ത്രീകൾ ഈ പണം ഉപയോഗിച്ച് ടൂറിന് പോകാൻ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.